വികാസ് കുറച്ച് ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ഗ്രാമത്തിന്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എല്ലാവരോടും നോക്കൂ, നമ്മുടെ ഗ്രാമത്തിന് ഒരുപക്ഷെ ട്രെയിൻ വന്നാലേ അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ മലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് താഴെ പോയിട്ട് വരാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പും കിട്ടും, പിന്നെ നമ്മുടെ കച്ചവടങ്ങളും കൂടി വരും. എടോ വികാശേ, നീ ആവശ്യമില്ലാതാണ് ഈ കാര്യമൊക്കെ സംസാരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ വിശപ്പൊന്നും മാറാൻ പോകുന്നില്ല. ആദ്യം നീ നിന്റെ വിശപ്പ് മാറ്റ്, അതിനുശേഷം ജനലിനെ കുറിച്ച് ആലോചിക്കാം. ജമീന്ദാരെ, ഒരു കാര്യം ഇവിടെ നോക്കൂ, ഇവൻ പിന്നെയും ട്രെയിനും അത് ഇതുപോലെ സംസാരിക്കുന്നു. എടോ വികാശേ, നിന്നെ പോലെ പഠിച്ച ആൾക്കാരൊക്കെ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. ആദ്യം നീ സ്വന്തം അച്ഛന്റെ വിഷമമൊക്കെ തീർക്ക്, അതിനുശേഷം ഗ്രാമത്തിലേക്ക് ട്രെയിൻ കൊണ്ടുപോവാ. വികാസ് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. വികാസ് ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആകാംക്ഷ അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ദിവസം മുഴുവൻ ഗ്രാമത്തിന്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ജനങ്ങൾ നിങ്ങളെ കളിയാക്കുക മാത്രം ചെയ്യുന്നു. ആകാംക്ഷ, ഞാൻ തെറ്റായ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞത്. അതിൽ തെറ്റെന്തിരിക്കുന്നു? നിങ്ങൾ പറയുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ഒരു കാര്യമേ അറിയൂ. നിങ്ങൾ കാരണം ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എന്നെ കളിയാക്കുന്നത് കേട്ട് കേട്ട് എനിക്ക് താങ്ങാനാവുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ബൽറാം അവിടേക്ക് വന്നത്. എന്നിട്ട് വികാസിനോട് പറഞ്ഞു, വികാസ്, ഇനി എത്ര കാലത്തേക്കാണ് ഇങ്ങനെ പോവുക? ഇതിനു ശേഷം എനിക്ക് കഷ്ടപ്പെടാൻ പറ്റില്ല. എന്റെ ശരീരം വല്ലാതെ മോശമാകുന്നു. അച്ഛേ, എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ ഗ്രാമത്തിന് മാറ്റണമെന്നുമാണ് വിചാരിക്കുന്നത്. എങ്ങനെയൊന്നും ചെയ്താൽ വിശപ്പ് മാറില്ല മോനെ. ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വെച്ചു. എന്തെങ്കിലും ഒരു ദിവസം നീ ജോലി ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചു. ഈ കുടുംബത്തിനെ നീ നോക്കുന്നു വിചാരിച്ചു. പക്ഷെ നിനക്കൊരു ജോലി പോലും കിട്ടുന്നില്ല. അച്ഛാ, ഞാൻ എത്രയോ സ്ഥലത്ത് നോക്കിയതാണ്, പക്ഷെ എനിക്ക് എവിടെയും ജോലി കിട്ടിയിട്ടില്ല. ഇവിടെ നോക്കു മോനെ, ഞാൻ നിനക്ക് ഒരു 10 ദിവസം സമയം തരാം. ഒരുപക്ഷെ ഈ 10 ദിവസത്തിൽ നിനക്ക് അവിടെ ജോലി കിട്ടിയില്ലെങ്കിലേ അപ്പം നീ എന്റെ കൂടെ ഒപ്പം കല്ലെടുക്കണ ജോലിയിൽ പണി ചെയ്യണം. രാത്രി ആകാംക്ഷ ആഹാരം വിളമ്പുമ്പോൾ അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? എനിക്ക് മനസ്സിലാവുന്നിട്ട് ആകാംക്ഷ, പക്ഷെ എനിക്ക് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കല്ലെടുക്കണ ജോലിയിലൊന്നും പണി ചെയ്യാനല്ല പഠിച്ചത്. പക്ഷെ ഇനിയും എത്ര ദിവസം കാത്തിരിക്കാനാണ്? ജോലി അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല. നിങ്ങളുടെ അച്ഛനും പ്രായമായി തുടങ്ങി. ഇത്രയും ദിവസം അധികമാണ് കുടുംബം പോറ്റിയത്. ഇനി നിങ്ങൾ വേണം നോക്കാൻ. പക്ഷെ ആകാംക്ഷ, ഇതൊക്കെ കുറച്ച് ദിവസത്തിന് ഇതാണ് ശരി. നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം പോയി ജോലി ചെയ്യൂ. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ഇത് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ആകും, നമ്മുടെ കുടുംബത്തിന് നല്ലതുമാണ്. അടുത്ത ദിവസം വികാസ് തന്റെ അച്ഛൻ ബൽദേവിനോടൊപ്പം ചെങ്കൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു. ജമീന്ദാറിന്റെ ഭാര്യ അർച്ചന പണിക്കാർക്കൊക്കെ ജോലി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവർ വികാസിനെ കണ്ടതും തന്നെ ചിരിക്കാൻ തുടങ്ങി. അല്ല, ഇദ്ദേഹം നമ്മുടെ ഗ്രാമത്തിന്റെ വലിയ വിദ്വാനല്ലേ? എന്താ മോനെ വികാസ്, ഇപ്പോൾ നീയും ഇവിടെ ചെങ്കൽ പണിക്കായി വന്നിരിക്കുകയാണോ? എല്ലാ ജോലിയും അഭിമാനിക്കുന്ന ജോലി തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് നല്ല ശീലമല്ലേ? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ അച്ഛന് സഹായകരമായിരിക്കാൻ. അപ്പോൾ നിനക്ക് ഈ ജോലി വളരെ കുറഞ്ഞതായിരുന്നു. വികാസ് അവര് പറഞ്ഞതൊന്നും വലുതായി കൂട്ടാക്കിയില്ല. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വികാസ് ഭീമയും ബലിയയും വളരെ പതുക്കെ എന്തോ കുശുകുശുക്കുന്നത് ശ്രദ്ധിച്ചു. പിന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവർ സംസാരിക്കുന്നത് അറിയാനായി ശ്രമിച്ചു. എനിക്കൊരു കാര്യം അറിയാം. ബട്ടാപൂർ ഗ്രാമത്തിന്റെ മലന്റെ താഴെ വലിയ കാര്യത്തില് സ്വർണ്ണമൊക്കെ ഉണ്ടെന്നാണ്. ഒരുപക്ഷെ നമ്മളത് എടുത്താലേ പിന്നെ നമ്മള് കോടീശ്വരന്മാരാവും. അങ്ങനെയാണെങ്കിൽ ഈ ജോലി നമുക്ക് വേറെ ആരും അറിയാതെ ചെയ്യണം. ഗ്രാമത്തിന്റെ ജനങ്ങൾക്ക് സംശയം വരാൻ പാടില്ല. വികാസ് ഇതൊക്കെ കേട്ട് ആകെ സ്തംഭിച്ചു പോയി. വികാസ് നേരെ അർച്ചനയെ കാണാനായി ചെന്നു. അർച്ചന മാഡം, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്ന് പറയാനുണ്ട്. എന്താ, എന്തു പറ്റി വികാശേ? ചെങ്കൽ ചുമന്നുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആലോചന തോന്നിയോ? ഇതൊന്നും കളിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ അവിടെ സംസാരിച്ച 2 കൂലിക്കാരന്മാര് പറയണത് കേട്ടതാണ്. അവര് മലേന്റെ താഴെയുള്ള സ്വർണ്ണം എടുക്കണതെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. നീ എന്താണ് പറയുന്നത്? അവന്റെ പേരാണ് ഭീമ ബലിയ. അവര് ഈ ഗ്രാമത്തിലെ ആൾക്കാരല്ല. നിനക്ക് എങ്ങനെ തറപ്പിച്ചു പറയാനാകുന്നു? അവര് സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടതാണ്. ദേ നോക്കൂ വികാസ്, നീ പറയുന്നത് ഒരുപക്ഷെ നേരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനാകും പറയൂ? അങ്ങനെ ആ ചരിവിൽ കൽക്കരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. ഈ ഗ്രാമത്തിൽ ഗതാഗത മാർഗം ഒന്നും തന്നെ ഇല്ല. നമ്മൾ വിചാരിച്ചാലും ആ കൽക്കരി നമുക്ക് എടുക്കാനാവില്ല. വികാസ് ഒന്നും മിണ്ടാതെ നിന്നു.
അദ്ദേഹം ആഴ്ന്ന ചിന്തയോടുകൂടി അവിടെ നിന്നും പോയി. പക്ഷെ വികാസിന് ഒരു കാര്യം അറിയില്ല. ഭീമയും ബലിയയും ചേർന്ന് അവർ സംസാരിക്കുന്നതൊക്കെ ആ പുതിരിനടിയിൽ നിന്നും കേട്ടിരുന്ന കാര്യം. വികാസ് നമ്മുടെ കാര്യത്തിന് തന്നെ നശിപ്പിച്ചു. ഒരുപക്ഷെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞാലേ നമ്മുടെ എല്ലാ പ്ലാനും നാശമായി പോവും. നമുക്ക് അവനെ തടഞ്ഞു പറ്റൂ. അവൻ വേറെ ആരെങ്കിലും ചെന്ന് ഈ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജമീന്ദാറിന്റെ ഭാര്യനെ കടത്തിക്കൊണ്ട് പോകാം. പിന്നെ അവന്റെ ഭാര്യ അകൻഷീനെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാം. അപ്പൊ അവൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാനേ പറ്റൂ. വികാസ് ഉറക്കമെണീറ്റു. അദ്ദേഹത്തിന്റെ ഭാര്യ ആകാംക്ഷ വീട്ടിലെവിടെയും ഇല്ലായിരുന്നു. അവരെ എല്ലാ സ്ഥലത്തും തേടിയതിനു ശേഷം ഒരു പേപ്പർ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അതിൽ എന്തെഴുതിയിരുന്നാൽ, ഞങ്ങൾ നിന്റെ ഭാര്യനെ കൊണ്ടുപോയിട്ട് ഗുഹയിൽ വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നീ സ്വർണ്ണ കെട്ടണ കാര്യം വേറെ ആർക്കെങ്കിലും പറഞ്ഞാൽ അത് നിനക്ക് നല്ല കാര്യമായിരിക്കില്ല. വികാസ് ആ കത്ത് വായിച്ചതും പേടിച്ചു പോയി. അപ്പോഴാണ് അവിടേക്ക് ജമീന്ദാർ വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലും ഇതുപോലെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചത്. എന്റെ ഭാര്യയും ഇപ്പൊ കാണാതെ പോയിരിക്കുകയാണ്. ഒരുപക്ഷെ നീ അവളെ തിരിച്ചു കൊണ്ടുവരാതിരുന്നു നിന്റെ അച്ഛന് ഇത് നല്ലതല്ല, മനസ്സിലായോ? വികാസ് കാടിനെ നോക്കി ചെന്നു. അദ്ദേഹം ഒരു മരത്തിനടിയിൽ നിന്ന് കരയുകയായിരുന്നു. ദൈവമേ, ഞാൻ എന്താ നിനക്ക് ചെയ്തത്? എനിക്കും എന്റെ ഗ്രാമത്തിനും എന്തിനാ ഇത്ര പ്രശ്നമുണ്ടാകുന്നത്? അപ്പോഴാണ് അവിടെ ഒരു മാൻകുട്ടി വന്നു നിന്നത്. അത് കുറച്ചു സമയം വികാസിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു പുലി അവിടേക്ക് വന്നു. അത് ആ മാനിനെ കടിക്കാനായി തയ്യാറായി. ഇതിനെ രക്ഷിച്ചേ തീരൂ. വികാസ് ആ പുലിയുടെയും മാനിന്റെയും നടുക്ക് ചെന്ന് നിന്നു. അപ്പോൾ ആ പുലി മനുഷ്യന്റെ ശബ്ദത്തിൽ എന്തു പറഞ്ഞെന്നാൽ, എന്റെ വഴിയിൽ നിന്ന് തള്ളിപ്പോയിക്കോ, ഇതെന്റെ വേട്ടയാണ്. നിനക്കിങ്ങനെ മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റുന്നു? ഞാനൊരു മായാവി പുലിയാണ്. ഇതെനിക്കുള്ള ശക്തിയാണ്. നീ ഇന്ന് എന്റെ ഭക്ഷണത്തിന് കഴിക്കാൻ തടയരുത്. ഒരുപക്ഷെ നീ ആരെങ്കിലും കഴിക്കണം വിചാരിച്ചാൽ എന്നെ കഴിക്കേ, പക്ഷെ ഈ അപ്പാവി മാന്യ വിട്ടുകളയി. പെട്ടെന്ന് ആ പുലിയും മാനും വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തോടു കൂടി മാഞ്ഞുപോയി. അവിടെ ഒരു ഭംഗിയുള്ള മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് വനരക്ഷകൻ. നീ നിന്റെ നല്ല മനസ്സിനെ എനിക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നിനക്ക് എന്തോരാണോ വേണ്ടത് പറയൂ. എന്റെ ഭാര്യനും ജമീന്ദാറിന്റെ ഭാര്യനും കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഗ്രാമത്തിൽ പ്രയാണിക്കാൻ എനിക്ക് ഒരു വണ്ടിയുമില്ല. അപ്പോഴല്ലേ വേഗം ചെന്ന് എല്ലാവരും രക്ഷിക്കാൻ പറ്റൂ. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയും നിന്റെ ഗ്രാമത്തിന് നല്ലതിനു വേണ്ടിയും ഒരു ആശീർവാദം നൽകാം. നീ തിരിച്ചു നിന്റെ ജോലി ചെന്ന സ്ഥലത്തേക്ക് പോയിക്കോ. വികാസ് ഉടനെ ചെങ്കൽ ചൂളയിലേക്ക് ചെന്നു. പെട്ടെന്ന് ആ ചെങ്കൽ ചൂള പൊട്ടിത്തെറിച്ചു. ആ പുകയൊക്കെ മാഞ്ഞതും അവിടെ ചെങ്കല്ലിൽ ചെയ്ത ഒരു വലിയ ട്രെയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ട്രെയിനിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞാനൊരു മാന്ത്രിക ചെങ്കൽ ട്രെയിനാണ്. എന്റെ മുതലാളി വികാസ്. അദ്ദേഹം എവിടേക്ക് പോകാൻ പറയുന്നു ഞാൻ അവിടേക്ക് പോകും. വികാസ് ആ ട്രെയിനകത്തേക്ക് കയറി. എന്നിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെയും വിളിച്ചു. എല്ലാവരും അകത്ത് വരൂ, ഈ ട്രെയിനിൽ നമ്മുടെ ഗുഹയിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പോവാണ്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പതുക്കെ പതുക്കെ ആ ട്രെയിനിൽ കയറി. വികാസ് ആ ട്രെയിനിനോട് പറഞ്ഞു, ഞങ്ങളെ ഗുഹയിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. മാന്ത്രിക ചെങ്കൽ ട്രെയിനിന്റെ ശബ്ദത്തോടു കൂടി കാട്ടുവഴിയിൽ കൂടി ആ ചെരുവിലേക്ക് പോകാൻ തുടങ്ങി. ആ ചെരുവിനടുത്ത് ബലിയയും ഭീമയും നിന്നുകൊണ്ടിരുന്നു. അവർ ആ കൽക്കരി കൈക്കലാക്കാൻ പദ്ധതി ഒരുക്കുകയായിരുന്നു. ഇതെന്താ ശബ്ദം? ഈ ട്രെയിൻ പോലും ഉണ്ടല്ലോ. പക്ഷേ ഈ നടുക്കാട്ടിന്റെ അകത്ത് ട്രെയിൻ എങ്ങനെ വരാൻ സാധിക്കും? ആ മാന്ത്രിക ട്രെയിൻ ആ ചെരുവിനടുത്തേക്ക് വന്നു നിന്നു. കതകു തുറന്നു. വികാസിനോടൊപ്പം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം താഴേക്കിറങ്ങി. ട്രെയിനിനെ കണ്ടതും ഭീമയുടെയും ബലിയുടെയും കണ്ണുകൾ പേടിയിൽ ഉറഞ്ഞുപോയി. അർച്ചനയും ആകാംക്ഷയും അവിടെ തടവിലായിരുന്നു. വികാസിനെ കണ്ടതും ദീർഘശ്വാസം വലിച്ചു. വികാസ്, എനിക്കറിയാം നീ എന്നെ രക്ഷിക്കാനായി തീർച്ചയായും വരുമെന്ന്. നിങ്ങളെ കണ്ടതും എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ? വികാസ് ട്രെയിനിനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ബലത്ത ശബ്ദത്തിൽ ട്രെയിനിനോട് പറഞ്ഞു, മായ ട്രെയിനെ ഇവനെ രണ്ടുപേരും പിടികൂട്. ട്രെയിനിൽ നിന്നും പ്രകാശമുള്ള വർണ്ണങ്ങൾ വന്നു. അത് ഭീമയുടെയും ബലിയുടെയും ശരീരത്തിൽ കൊണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം അവർ രണ്ടുപേരും ട്രെയിനിനകത്തുണ്ടായിരുന്ന ജയിലിലായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഇതെല്ലാം ചെയ്തത് നീയാണ് വികാസേ. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പുതയിലെന്നെ എടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എല്ലാവരും നശിപ്പിക്കാനല്ല വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. വികാസ് ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കിയിട്ട് ഗംഭീരമായ ശബ്ദത്തിൽ എന്തു പറഞ്ഞെന്നാൽ, സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമത്തിന്റെ ഈ സ്ഥലത്ത് കുറെ നിധികളുണ്ട്. ഇനി നമുക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നിധിയൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിനെ നഗരത്തിൽ വിറ്റേക്കാം. പിന്നെ നമ്മുടെ ഗ്രാമത്തിനെ പുരോഗതിക്കാം. ജമീന്ദാർ വികാസിനെ നോക്കി നടന്നു വന്നു. വികാസ്, നീ പറഞ്ഞ കാര്യം ഞാൻ കളിയായിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ.
പക്ഷെ ഇനി ഞാൻ സമ്മതിക്കുന്നു. നീ കാരണം നമ്മുടെ ഗ്രാമത്തില് മാറ്റം സംഭവിക്കുന്നു വിശ്വസിക്കുന്നു. വികാസ്, ഞാൻ എപ്പോഴും നിന്നെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ നിന്റെ ചിന്തകൾ തെറ്റാണെന്ന് ഞാൻ കരുതി. ഇന്ന് ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ദയവായി നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനി നമുക്ക് ഒന്നു ചേർന്ന് വേണം നമ്മുടെ ഗ്രാമത്തിനെ പുരോഗതിക്കാൻ. അന്നു മുതൽ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് ആ കൽക്കരി എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ മാന്ത്രിക ട്രെയിനും കൽക്കരിയെ ചെരുവിൽ നിന്നും ഗ്രാമത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ സഹായിച്ചു. പതുക്കെ പതുക്കെ ഗ്രാമത്തിന്റെ അവസ്ഥ ആകെ മാറി തുടങ്ങി. മുൻപേ കുടിലുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഭംഗിയുള്ള വീടുകൾ, സ്കൂൾ, ഹോട്ടൽ, പിന്നെ മാർക്കറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിശാലിന്റെ ഗ്രാമം എല്ലാ വശത്തും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു.